Assalamualaikum. Welcome back to channel Mr. and Mrs. Talks. ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ് കാണിക്കുന്നത്. സോ ഇതിനു മുമ്പ് നമ്മളിത് ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഷോർട്സ് കാണാത്തവർക്ക് വേണ്ടി കോണ്ടന്റ് ആയിട്ട് ആകുമ്പോൾ ഒറ്റയടിക്കാണല്ലോ. സോ അതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റില് ഹാർട്ട് ഷേപ്പ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഈ ഒരു മാക്സി ഡ്രസ്സാണ്. പിന്നെ സ്ലീവ് ഒരു പ്രത്യേക സ്ലീവാണ്, ഒരു ചെറിയ പഫ് വന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിൻ്റെ സൈസ് 42 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് ലാർജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലാർജ് ആൻഡ് സൈസ് എങ്കിൽ മീഡിയം എടുത്താലും മതിയാവും, അത്രയും വലുപ്പമുണ്ട് ഇതിന്. ബാക്ക് സൈഡിൽ സിബാണ് വരുന്നത്, അതുപോലെ തന്നെ ബാക്കിലൊരു ടൈ വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ പ്രൈസ് വരുന്നത് 600 to 500 ഇടയ്ക്കാണ്, 530 ഒക്കെയാണ്. അപ്പം മീഷോയിൽ നിങ്ങൾക്ക് അറിയാം സ്മാർട്ട് കോയിൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഓഫറിൽ പർച്ചേസ് ചെയ്യാം. അപ്പം ഇതിന്റെ ഇവിടെ ഇങ്ങനെ ബാക്ക് സൈഡിൽ പിന്നെ ടക്ക് വരുന്നുണ്ട്, നല്ല പ്ലീറ്റ്സ് ആണ്. അതെ നോക്കിയേ, നല്ല ഫ്ലെയർ വരുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം നമുക്ക് 3/4 നിൽക്കും. ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കായിട്ടിട്ടുള്ളൂ, അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഏകദേശം 3/4 വരെ കാണും. 3/4 അല്ല, 3/4 നമുക്ക് ഫ്ലോർ ലെങ്ത് വരെ കാണിക്കും, തൊട്ട് മുകളിലായിട്ട് നിൽക്കും. വലിയ സീത്രൂ അല്ല, എന്നാലും വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ ക്യൂട്ടാണ്, നല്ല രസമായിരിക്കും ഇടുമ്പോൾ, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ചൂട് കാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം സാമ്യത പറയാൻ നമ്മുടെ പെറ്റിക്കോട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഫാബ്രിക് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു പ്രിന്റ് വരുന്നത് കൊണ്ട് ഇത് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഡ്രസ് മീൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം, കാരണം ഇതെല്ലാം ആഫ്റ്റർ വാഷാണ്. ഞാൻ ഇതെല്ലാം ഇട്ട് കഴുകിയിട്ടുള്ളതാണ്. അപ്പം ഇതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാക്സി ഡ്രസ്സാണ്. ഇതൊരു പൈനാപ്പിളിൻ്റെ പ്രിന്റ് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ബോഡി പീസ് ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവാണ്, അറ്റത്ത് ഇതുപോലത്തെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല രസമാണ് സ്ലീവ് കാണാനായിട്ട്. ഒരു റയോൺ ഫാബ്രിക് ആണ് വരുന്നത്. ഇതിലിങ്ങനെ താഴത്തോട്ട് ഇതുപോലെ ഒരു പാർട്ടീഷൻ പോലെ വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഫ്ലെയർ ഉണ്ട്. ബാക്ക് സൈഡിലല്ല, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇതുപോലെ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് XL ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫുൾ കോളർ നെക്കാണ് വരുന്നത്. പിന്നെ ചെറിയ സീത്രൂ ആണ്, അത്യാവശ്യം സീത്രൂ ആണ്. ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് വെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെന്താ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നാലും അത്യാവശ്യം ചൂടത്ത് വെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അപ്പം ഇതാണ് നമ്മളൊരു ബീച്ച് വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ, നല്ല രസമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 360 സംതിങ് ആണ് വരുന്നത്. അപ്പം അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. അപ്പം ഗൈസ്, അടുത്ത കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോഡസ്റ്റ് വെയർ ആയിട്ടുള്ളൊരു 3/4 വരുന്നിട്ടുള്ളൊരു ഷർട്ടാണ്. നല്ല നല്ലൊരു കോട്ടൺ അല്ലൊരു പോളിക്കോട്ടൺ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. കോളറാണ് വരുന്നത്. അപ്പോൾ ഫുൾ ബട്ടൺ വരുന്നുണ്ട്, അതായത് നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഷർട്ടിൻ്റെ പോലത്തെ തന്നെ ഷർട്ട് സ്ലീവ് ആണ് വരുന്നത്. താഴെ ബട്ടണൊക്കെ വരുന്നുണ്ട്. സെയിം ഷർട്ടിൻ്റെ പാറ്റേൺ തന്നെ, പക്ഷെ ഒരു 3/4 വരുന്ന ഒരു നല്ലൊരു പാറ്റേൺ ആണ്. നേരിട്ടുള്ള വീഡിയോസ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് അപ്പോൾ നന്നായിട്ട് കൂടുതൽ മനസ്സിലാവും. സോ ഇത് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത്. ബ്ലൂവിൽ നല്ലൊരു ടൈപ്പ് ഓഫ് ഒരു ട്രൈബൽ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് ഇത്. നല്ല രസമാണ് കേട്ടോ, ഇടാൻ നല്ല രസമാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ, പലാസോയുടെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നല്ല ഒരു ഷർട്ടാണ്. 360, 320 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇത് സൈസ് ഒരു എക്സ്ട്രാ സൈസ് എടുക്കാൻ ശ്രമിക്കുക. ഷർട്ട് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തികേടായിരിക്കും. അപ്പം അതുകൊണ്ട് എക്സ്ട്രാ ഒരു സൈസ് എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് XL ആണ് എടുത്തിരിക്കുന്നത്. ലാർജ് മതി എനിക്കപ്പം ഞാൻ XL ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതും നല്ലൊരു ഡ്രസ്സാണ്. അപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് വേറൊരു ബ്ലൂ ആണ്. യാദൃശ്ചികമായി ഇങ്ങനെ ബ്ലൂ ഒക്കെ എടുക്കുന്നത്. അപ്പം ഇത് നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. കോട്ടൺ അല്ല, പക്ഷെ എന്ത് ഫാബ്രിക്കാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലൊരു ടൈ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതെനിക്ക് 3/4 ആയിട്ടാണ് കിടക്കുന്നത്. നല്ലൊരു എംബ്രോയിഡറി പ്രിൻ്റ്, ഒരു വൈറ്റ് എംബ്രോയിഡറി പ്രിൻ്റാണ് വരുന്നത്. ഇതിൻ്റെ ബോഡിയുടെ പകുതി വെച്ചിട്ട് ഇങ്ങനെ ഫുൾ പ്ലീറ്റ്സ് ആണ് വരുന്നത്, ലെയർ പോലെ ഫുൾ. അപ്പം നല്ല രസമാണ് കാണാനായിട്ട്. ഇതിടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 300 താഴെയാണ്, 289 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഡെയിലി വെയർ കുർത്തിയാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഒരു 3-4 മാസമായി. ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. റയോൺ ഫാബ്രിക് ആണ് വരുന്നത്.
നല്ലൊരു ബ്ലാക്കിലൊരു റെഡ് ഒരു ഫ്ലവർ പ്രിന്റ് വരുന്നതാണ്. ഇത് ഞാൻ ഡെയിലി വെയർ ആയിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നൊരു കുർത്തിയാണ്. 189 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 3/4 ആണ് സ്ലീവ് വരുന്നത്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ മഴയത്തൊക്കെ നമ്മൾ ഇത് കഴുകി ഉണക്കി ഇട്ടിട്ടൊക്കെ എടുക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇത് ഞാൻ കുറേ യൂസ് ചെയ്തത് കേട്ടോ, ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നൊരു കുർത്തിയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് അത്യാവശ്യം പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോകുമ്പം യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ്. അപ്പോൾ അത്ര ഉള്ളായിരുന്നു നമ്മളുടെ പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. എല്ലാത്തിൻ്റെയും സെർച്ച് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ വേണ്ടവർക്ക് കയറി വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ഒക്കെ കാണാം. സോ ബൈ ഗൈസ്.